ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ഉപയോഗിക്കാതെ നല്ല എളുപ്പത്തിലും നല്ല രുചിയിലും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഗോതമ്പ് അപ്പമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാപ്പാലിലൊക്കെ മുക്കി കഴിക്കാൻ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. അതല്ലെങ്കിൽ കടലക്കറിയോ, ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു കുഞ്ഞു ചമ്മന്തിയുടെ റെസിപ്പി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 2 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പാണ്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ തുടങ്ങി 1.5 മണിക്കൂർ വരെ വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഉഴുന്നുപരിപ്പിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോകരുത്. അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ദോശയുടെയൊക്കെ ഒരു ടേസ്റ്റിൽ ഒരു പുളിപ്പ് രസം വരും. അപ്പോൾ ഒരു 2 ടീസ്പൂൺ, 1 കപ്പിന് 2 ടീസ്പൂൺ അളവിൽ ധാരാളമാണ്. ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പ് ഒരു 1.5 മണിക്കൂറിന് ശേഷമുള്ളതാണ്. ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അതിലോട്ട് 1/4 കപ്പ് അളവിൽ 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർക്കുന്നത്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെള്ള അവിൽ കൂടി ഇട്ട് കൊടുക്കാം. വെള്ള അവിൽ തന്നെ വേണമെന്നില്ല, നമ്മുടെ മട്ട അവിൽ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. വെള്ള അവിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് ചേർക്കുന്നതാണ് കേട്ടോ. ഇതിലോട്ട് ഒരു 1/4 കപ്പ്, ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കുക. അരയാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി മിക്സിയുടെ വലിയ ജാറിലോട്ട് 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇവിടെ ഞാൻ 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പിനാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും തേങ്ങയും ആവിലൊക്കെ കൂടിയുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഗോതമ്പ് പൊടി അളക്കാൻ എടുത്തിട്ടുള്ള കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരച്ചെടുക്കുക. നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ മാവ് കട്ടിയായിട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തത് കൂടാതെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് മധുരം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ മാവ് പൊങ്ങി വന്നതിന് ശേഷം പഞ്ചസാരയും ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് മിക്സ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ ദോശയുടെ ഒക്കെ മാവിന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ വളരെ കുറഞ്ഞൊരു സമയം മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ ഒരു കുറഞ്ഞൊരളവിലാണ് നമ്മൾ ഉഴുന്നുപരിപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഉഴുന്നുപരിപ്പിൻ്റെ അളവ് കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്തൊരു പുളിപ്പ് രസം ഉണ്ടാകും. 1 കപ്പ് 1/4 കപ്പ് വരെ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കുന്നതാണെങ്കിൽ 1.5 ടീസ്പൂൺ തുടങ്ങി 2 ടീസ്പൂൺ വരെ മാത്രം ഉഴുന്നുപരിപ്പ് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്ററിനെ നമ്മളൊരു 7-8 മണിക്കൂർ അടച്ചു വെക്കണം. ഇതിപ്പോൾ ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ച മാവാണ്. രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് സാധാരണ മധുരം നോക്കിയിട്ട് രാവിലെ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. കാരണം കുറച്ചൊന്ന് സ്വീറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് കഴിക്കാൻ ഒന്നുകൂടി ടേസ്റ്റ്. 7-8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പോ മധുരമോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും ടേസ്റ്റിനനുസരിച്ചിട്ട് ഈ ഒരു സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതും ബേക്കിംഗ് സോഡയുടെയോ ഈസ്റ്റിൻ്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ സോഡ ചേർത്തിട്ടുണ്ടാക്കിയെടുക്കുന്ന അതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി ചൂടായി വന്ന പാനിനകത്തോട്ടേക്ക് നമ്മളൊന്ന് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. ഒരിത്തിരി ഓയിൽ ഞാനൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അപ്പച്ചട്ടിയിൽ വേണമെങ്കിൽ സാധാരണ നമ്മൾ വെള്ളയപ്പൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം. പാനിലാണെങ്കിൽ ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ അല്ലാതെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കേണ്ട, തവി വെച്ചിട്ട് ദോശയൊക്കെ ചെയ്യുന്നത് പോലെ ചുറ്റിച്ച് കൊടുക്കണ്ട കേട്ടോ. കാരണം ഇതിങ്ങനെ ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇതുപോലെ ബബിൾസ് പോലെ വരാൻ തുടങ്ങുന്ന ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഗോതമ്പപ്പം നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടിയിടരുത്. കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉൾഭാഗം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ആയിരിക്കും, കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിലത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കഴിക്കുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നെയ്യാണെങ്കിൽ ഒന്നുകൂടി കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെങ്കിലും ഒത്തിരി ഇഷ്ടമായിരിക്കും. അപ്പോൾ അടച്ച് വെച്ചിട്ട് എപ്പോഴും ചെറു തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുക.
അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാകുക. ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ട് നല്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല, ചെറിയൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ അധികം എരിവില്ലാത്ത വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 4-5 വറ്റൽമുളകും അതേ അളവിൽ തന്നെ പിരിയൻ മുളകും എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ചമ്മന്തി, ഈ ഒരു അപ്പത്തിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്ന ചമ്മന്തി ഒത്തിരി സ്പൈസി ആയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് അതുകൊണ്ടാണ് പിരിയൻ മുളക് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കൂടുതൽ സമയമൊന്നും ചെയ്യേണ്ട. കുറച്ച് സമയം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. അതേ പാനിനകത്തോട്ട് തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി ഞാനിവിടെ ഒരു വലിയ ചെറിയുള്ളിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു 15 എണ്ണത്തിനടുത്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് മുറിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയുള്ളി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിനെ ഒന്ന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി സമയമൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വഴൻ്റെ ഒന്ന് സോഫ്റ്റായി വരുന്ന ഒരു പാകത്തിൽ മാത്രം തയ്യാറാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തേങ്ങാപ്പാലിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽമുളക് ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ കൂടിയുള്ള ആ ഒരു മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചെറിയൊരു കഷ്ണം വാളംപുളി, നമ്മൾ സാധാരണ ചമ്മന്തി അരക്കുമ്പോഴുന്ന ചെറിയൊരു കഷ്ണം വാളംപുളി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. നന്നായിട്ട് അരച്ചെടുത്തതിനെ ഒരു ബൗളിനകത്തോട്ട് ചേർത്തിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതധികം എരിവില്ല, എരിവ് നല്ല കുറവായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. പിരിയൻ മുളക് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു ചമ്മന്തി ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് എടുക്കാം, അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കടലക്കറി നല്ല കോമ്പിനേഷനാണ്. നമ്മൾ സാധാരണ വെള്ളയപ്പത്തിന് എടുക്കുന്ന എല്ലാ കറികളും അതുപോലെ തേങ്ങാപ്പാലിൻ്റെ മിക്സൊക്കെ ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പപ്പവും അതിൻ്റെ കൂട്ടത്തിലുള്ള ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ കൂടെ ഈ ചമ്മന്തിയും അതുപോലെ തന്നെ കുഞ്ഞിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൻ്റെ ഒരു മിക്സുമാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും രണ്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാകും. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉഴുന്നുപരിപ്പിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതിന് ആ ഒരു പുളിപ്പ് രസമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഒന്നുകൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.